മുസ്ലിമായ പോലീസ് SIക്ക് ഒരു ശാന്തിക്കാരനെ അമ്പലത്തിലെ പൂജാരിയെ കണ്ടപ്പോൾ തോന്നിയ കലിപ്പ് കൂടിയുണ്ട് കുന്നംകുളത്തെ സുജിത്തിന് കിട്ടിയ മർദ്ദനത്തിന് പിന്നിൽ. ആ വീഡിയോ കാണണം. ഇതുവരെ ആരും നമ്മുടെ മനോരമ ഇന്ന് പ്രധാന വാർത്തയാക്കി. മനോരമ പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവാണെന്ന്. സുജിത്ത് തൊട്ടടുത്ത അമ്പലത്തിലെ ശാന്തിക്കാരനാണ്. ആ സുജിത്തിനെ പിടിച്ചുകൊണ്ട് പോയത് എന്താണ് സാറേ ഇവിടെ ബഹളം എന്ന് ചോദിച്ചതിൻ്റെ പേരിലാണ്. പിടിച്ചുകൊണ്ട് പോയി ജീപ്പിലിട്ട് തല്ലി, ലോക്കപ്പിലിട്ട് തല്ലി, പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചു. അതിൻ്റെ വീഡിയോ പോലീസ് തന്നെ പുറത്ത് വിട്ട വീഡിയോ വന്നു. അതിനകത്തൊരു രംഗമുണ്ട്. സുജിത്തിൻ്റെ കഴുത്തിലുള്ള രുദ്രാക്ഷമാല അഴിച്ചു മാറ്റിക്കുന്നു. കയ്യിൽ രുദ്രാക്ഷം കൊണ്ട് കെട്ടിയ ഒരു എന്താണ് ബ്രേസ്ലെറ്റ് ഉണ്ട്, അതഴിച്ചു മാറ്റുന്നു. എന്നിട്ടാണ് ഇടിക്കുന്നത്. അപ്പോൾ ഹിന്ദുവിനോട് ഒരു ക്ഷേത്രത്തിലെ ജീവനക്കാരനോടുള്ള പക നുഹ്മാൻ എന്ന് പറയുന്ന ഈ വർഗീയവാദിയായ SIയുടെ വർഗീയത ഇതിന് കാരണമായിട്ടുണ്ട്. ഒരു ശാന്തിക്കാരനെ കിട്ടിയാൽ ഇവൻ കാഫിർ മാത്രമല്ല, കാഫിറിൻ്റെ ദൈവത്തെ പൂജിക്കുന്ന പൂജാരി കൂടിയാണെങ്കിൽ ഇവനിട്ട് 4 എണ്ണം കൊടുക്കണമെന്ന് ഈ നുഹ്മാൻ എന്ന് പറയുന്ന ക്രിമിനൽ വർഗീയവാദി കാക്കിക്കുള്ളിലെ ജിഹാദി നടത്തിയ ആക്രമണമാണ് കുന്നംകുളത്തെ മർദ്ദനം. ഇത് പറയാൻ മനോരമയ്ക്ക് ധൈര്യമില്ല. VD സതീശൻ്റെ നട്ടല് പറയ്ക്കും. കോൺഗ്രസ്സുകാർക്ക് ധൈര്യമില്ല. ഇതിനാണ് മതേതരത്വം എന്ന് പറയുന്നത്. ഇത് 2023 ഏപ്രിൽ 5 നമുക്കൊക്കെ അറിയാവുന്ന ഈ പഞ്ചാംഗമൊക്കെ ഗണിക്കുന്ന കാണിപ്പയ്യൂരിൽ, കുന്നംകുളത്തിൻ്റെ തൊട്ടടുത്തല്ലേ, കാണിപ്പയ്യൂരിലാണ് ഇത് നടന്നിരിക്കുന്നത്. കാണിപ്പയ്യൂരിലാണ് വീട്. ഈ സുജിത്തിൻ്റെ വീടിൻ്റെ അപ്പുറത്ത് 3 കുട്ടികൾ പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നു. ചെറുപ്പക്കാരായിരിക്കും. അല്ലെ, പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസുകാർ വന്നതാണ്. അതങ്ങനെ അവർ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും സുജിത്തിന് ഉറപ്പില്ല. പക്ഷെ സുജിത്ത് അത് തടഞ്ഞു. കാരണം അവരങ്ങനെയൊന്നും ചെയ്യുന്ന ആളുകളല്ല, അതങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് 3 പേരെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ യുവാക്കൾ പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. സുജിത്തിനെ തടഞ്ഞു. അവിടെ സുജിത്ത് തടഞ്ഞു. ഈ പോലീസ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സുജിത്തിനെ പിടിച്ചുകൊണ്ടുപോയി. ഈ തടഞ്ഞ സുജിത്തിനെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഈ വാഹനത്തിൻ്റെ അകത്ത് തന്നെ മർദ്ദിക്കാൻ തുടങ്ങി. അതിൻ്റെ ദൃശ്യമില്ലല്ലോ. അപ്പോൾ വാഹനത്തിൽ നിന്ന് ഇറക്കുമ്പോൾ സുജിത്തിന് അടിവസ്ത്രം മാത്രമേ ഉള്ളൂ. കാരണം അപ്പോഴേക്കും സ്റ്റേഷനിൽ ഇറക്കുമ്പോൾ മനോരമ വാർത്ത പറയുന്നതാണ്. അതെ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അതുവരെ മർദ്ദിച്ച് എല്ലാം എന്നിട്ട് സുജിത്തിനെ ഈ മുഖത്തും കുനിച്ചു നിർത്തിയൊക്കെ സിനിമയിൽ മുതുകിലിടിക്കുകയാണ്. ഇവനൊക്കെ തന്തയും തള്ളയും മക്കളും ഒക്കെ ഇല്ലേ, എല്ലു വെള്ളമാക്കുന്നത് പോലെ. SI നുഹ്മാൻ, സീനിയർ CPO ശശീന്ദ്രൻ, CPOമാർ സന്ദീപ്, സജീവൻ, ഇത്രയും ആളുകൾ മർദ്ദിക്കുന്നതാണ്. എന്നിട്ട് ഇവനെ എങ്ങനെയെങ്കിലും സുജിത്തിനെ പെടുത്തണം എന്നുള്ളതുകൊണ്ട് സുജിത്ത് മദ്യപിച്ചിരുന്നു എന്നുള്ള കേസ് ഉണ്ടാക്കാനായിട്ട് നോക്കിയപ്പോൾ സുജിത്ത് മദ്യപിച്ചിട്ടില്ല. ആശുപത്രിയിൽ കൊണ്ട് ക്ഷേത്രത്തിലെ പൂജാരിയാണ്, അയാൾ മദ്യപിക്കത്തില്ല. അതെ, അയാളെ കണ്ടാലും അറിയാം അയാളൊരു സാത്വിക, കുറിയും ഒക്കെ ഉള്ള ആള്. ഈ TV-യിലും നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഈ പൊട്ടു തൊട്ട് ഇങ്ങനെയൊക്കെ ഇദ്ദേഹത്തിനെ കാണാം. പക്ഷെ എല്ലാവരും പറയുന്നത് നമ്മൾ ഈ പറയുന്ന കാര്യം അവർ പറയുന്നില്ല. എല്ലാവരും ഇയാൾ യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് KS സുജിത്ത്, 27 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ തർക്കമാക്കി മാറ്റാനുള്ള ശ്രമം പോലെയാണ് ഇയാൾ യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിൽ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ പിടിച്ചുകൊണ്ടുപോയി. കുറച്ച് കഴിയുമ്പോൾ മദ്യപാനിയായ യൂത്ത് കോൺഗ്രസ്സുകാരന് പോലീസുകാർക്ക് വരുത്താൻ പറ്റിയേനെ. ഈ സുജിത്ത് നല്ല ഫൈറ്ററാണ്. ഇത് വെറുതെ വിട്ടില്ല. സുജിത്തിന് സാധാരണഗതിയിൽ നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യം കിട്ടാൻ ഒരു സാധ്യതയില്ലാത്തതാണ്. പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യം വിവരാവകാശ നിയമപ്രകാരം അസാധാരണമാണ്, അപൂർവമാണ് കിട്ടുന്നത്. അത് കിട്ടാൻ വേണ്ടി സുജിത്ത് പോരാട്ടം നടത്തി 2 കൊല്ലം. കാരണം 2023 നടന്നതാണല്ലോ ഇത്. ആദ്യം ഇത് കൊടുത്തില്ല. അത് കഴിഞ്ഞ് അപ്പീൽ കൊടുത്തു. അപ്പീലിലും കൊടുത്തില്ല പോലീസ് സ്റ്റേഷൻകാർ. അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷൻ SIയെ സുജിത്തിനെ വിവരാവകാശ കമ്മീഷൻ വിളിച്ചിട്ട് അങ്ങോട്ട് കുടിപ്പിക്കുകയാണ് ചെയ്തത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പൊ പൊതുജനം കാണുന്നത്. അല്ല, നമ്മൾ ഈ സമീപകാലത്താണ് ഈ ഉദയകുമാർ കൊലക്കേസിലെ പ്രതികളെ കൊലക്കേസിലെ പ്രതികളെ കോടതി വിട്ടയച്ചത്. പക്ഷെ കേരളത്തിൽ ഈ ലോക്കപ്പ് മർദ്ദനത്തിനെതിരെ വലിയ ജനവികാരമുണ്ട്.
ജനവികാരം ഉണ്ടെന്ന് മാത്രമല്ല, ഈ പുതിയ തലമുറയിലെ പോലീസുകാർ വളരെ മാന്യമായി പെരുമാറുന്ന, വിദ്യാഭ്യാസമുള്ള, സംസ്കാര സമ്പന്നരായ ഒരുപാട് പോലീസുകാർ താഴെത്തട്ട് മുതൽ മുകളിൽ വരെയുണ്ട്. ആളുകളോട് നന്നായി ഇടപെടുകയൊക്കെ ചെയ്യുന്നത് നമുക്കൊക്കെ ഒരുപാട് പോലീസ് സുഹൃത്തുക്കളുണ്ട്. അത്തരം പോലീസുകാർക്ക് പോലും അപമാനമുണ്ടാക്കുന്ന തരത്തിൽ ചില ക്രിമിനലുകൾ ഇപ്പോഴും സേനയ്ക്കുള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് ഈ സംഭവം. മാത്രമല്ല, ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണെന്നറിയുമ്പോൾ രണ്ടിടി കൂടുതൽ കൊടുക്കാൻ തോന്നുന്ന നൂഹുമാന്മാർ ഈ കേരള പോലീസിലുണ്ടെങ്കിൽ അത് ഉറക്കെ വിളിച്ച് പറയണം. അത് പറയാതിരുന്നിട്ട് കാര്യം. ഇതില് ഈ ആക്ഷൻ എന്താണെന്നുള്ളത് പ്രധാനമാണല്ലോ. പോലീസുകാർക്കെതിരെ എന്ത് നടപടി എടുത്തു? സ്ഥലം മാറ്റം. സ്ഥലം മാറ്റം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ വീടിന്റെ അടുത്തുള്ള ഒരു സ്റ്റേഷൻ അല്ലെങ്കിൽ സ്വന്തം ജില്ലയിലുള്ള സ്റ്റേഷൻ, അങ്ങനത്തെ സ്ഥലം മാറ്റം. പിന്നെ പോലീസുകാരായതുകൊണ്ട് ഇവര് ഈ സംഘടന താല്പര്യങ്ങളും കൂടി നോക്കുമല്ലോ, ഫ്രാക്ഷനും ഒക്കെ നോക്കും. ഫ്രാക്ഷനിലെ സെക്രട്ടറി, ഇതിൻ്റെ കൺവീനർ എന്തു പറയുന്നു എന്നുള്ളതനുസരിച്ചിട്ട് ഒരു നടപടിയും ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഇതുപോലെ ഇപ്പോൾ ഈ മർദ്ദനം എല്ലാവരും കണ്ടതാണല്ലേ. എത്ര മനുഷ്യത്വരഹിതമാണ് ഒരു മനുഷ്യ. അയാൾ എന്ത് ചെയ്തിട്ടാണ്? ഇനി എന്തെങ്കിലും ചെയ്തെങ്കിൽ പോലും ഒരു മനുഷ്യനെ ഇതുപോലെ നിസ്സഹായനായി പ്രതിരോധിക്കാൻ പോലും കഴിയാതെ നിൽക്കുന്ന ഒരു മനുഷ്യനെ ഇത്ര മൃഗീയമായെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പോലും പ്രതിഷേധിക്കും. ഇങ്ങനെയൊക്കെ കാടത്തം കാണിക്കാൻ എങ്ങനെ മനുഷ്യന്മാർക്ക് കഴിയുന്നു? ഇതിൻ്റെ അകത്ത് മറ്റേ കേസുണ്ടോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കേസും ഇല്ല. 3 പേരെ പിടിച്ചുകൊണ്ടുപോയി മദ്യപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടേ അങ്ങനെ 3 പേര് മദ്യപിച്ച കേസും ഇതിൻ്റെ അകത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പോലീസുകാർക്ക് അത് പറയാമായിരുന്നു. അപ്പോൾ സുജിത്ത് അതിൻ്റെ അകത്തൊരു നിലപാട് കൈക്കൊണ്ടതാണ്, ആവശ്യമില്ലാതെ 3 പേരെ. കാരണം സുജിത്തിന്റെ വീടിന്റെ അപ്പുറത്താണ്. ആ പിള്ളേർ കുഴപ്പക്കാരൊന്നും അല്ല സാറേ എന്ന് പറഞ്ഞു കാണും. കാരണം മദ്യപിക്കുകയാണെങ്കിൽ അയൽക്കാർക്ക് ശല്യമില്ലേ സുജിത്തിന്? സുജിത്ത് ഇടപെടുമായിരുന്നല്ലോ, ആ വീട്ടുകാർ ഇടപെടുമായിരുന്നല്ലോ, നാട്ടുകാർ ഇടപെടുമായിരുന്നു. ഇത്രയേ ഉള്ളൂ. SI എന്ന് പറഞ്ഞ പുങ്കുവന് വണ്ടി ഇരുന്നപ്പോൾ കുറിയൊക്കെ തൊട്ട ഒരുത്തം വന്ന് പറഞ്ഞപ്പോൾ അത് സാറേ അവരങ്ങനല്ല, അത് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ട് കാണത്തില്ല. അവൻ്റെ ജിഹാദി ഇങ്ങോട്ട് ഉണർന്നു. അതിന് ഒത്താശ പാടാനായിട്ട് വേറെ 2 ഹിന്ദു നാമധാരികളായ പോലീസുകാർ. നമ്മൾ പോലീസുകാരൻ്റെ ജാതി മതവും ഒന്നും പറയുന്നത് ശരിയല്ല. പക്ഷേ ഈ ഒരു വൈദികനാണെങ്കിൽ ഈ നൂഹ്മാൻ തടയുമോ? എന്താ പേരെന്താണ്? അതെ, നൂഹ്മാൻ തന്നെ. നൂഹ്മാൻ തടയും. ഒരു പള്ളിയിലെ പുരോഹിതൻ, വൈദികൻ, ഒരു പ്രീസ്റ്റ്, അച്ഛൻ വന്നിട്ട് പറയുകയാണ്, ഇയാൾ സല്യൂട്ട് അടിച്ച് നിൽക്കുമല്ലോ. അതുപോലെ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ്, അയാൾ ഒരു വൈദിക വൃത്തി ചെയ്യുന്ന ഒരാളെ പറയുകയാണ്, അങ്ങനെയല്ല എനിക്കറിയാവുന്ന പിള്ളേരാണെന്ന് പറയുമ്പോൾ എന്നാൽ കേരള മറ്റേ മോനെ എന്ന് പറഞ്ഞ് വണ്ടിയെ കെട്ടി ഇടിക്കുക. ഇത് SI പറയാതെ മറ്റേ ചെയ്യില്ല. CPOമാരേക്കാൾ ഉത്തരവാദിത്വം SI എന്ന് പറയുന്ന ഈ ജിഹാദി അയാൾ പറഞ്ഞിട്ട് തന്നെയാണ് ഇത് ചെയ്തത്. ഒരു സംശയമില്ല, അതിൻ്റെ അകത്ത് ഒരു സംശയമില്ല. കാരണം ഉത്തരവാദിത്വം സാറ് ഏൽക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇടി കൊടുക്കുക. അതെ, മാറി ഇടിക്കുന്നുണ്ട്, ഊഴം ഇടിക്കുന്നുണ്ട്. ഇവനും വന്ന് ഇടിക്കുന്നുണ്ട്, ഈ നൂഹ്മാനും ഊഴം വെച്ച് ഇടിക്കുന്നുണ്ട്. അപ്പോൾ എന്നാ പിന്നെ ഇവനെ ശരിയാക്കി കളയാം. ചില ആളുകളുണ്ടല്ലോ, മട്ടാഞ്ചേരിയിലെ മുമ്പ് SI ആയിരുന്ന ഒരാൾ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ തലമുറയിൽ 2-3 തലമുറ മുമ്പ് ഞങ്ങളുടെ ജാതിയിൽപ്പെട്ട കുറേ ആളുകൾ ഇടിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ ഇരിക്കട്ടെ. പണ്ട് നമ്പൂതിരിയെ മൂത്രം കുടിപ്പിച്ചൊരു കേസില്ലേ? അല്ല, പണ്ട് ആട് പറഞ്ഞ പോലെ നീ കലക്കിയിട്ടില്ല, നിന്റെ അപ്പൂപ്പൻ കലക്കിയിട്ടുണ്ട് പുഴ എന്ന് പറഞ്ഞ പോലെ, അരുവി കലക്കി എന്ന് പറഞ്ഞ പോലെ. ഏതായാലും വളരെ മോശമാണ്. കാരണം പോലീസ് സേനയിൽ ഇപ്പം നമ്മൾ പത്രത്തിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ പോലീസ് ബീറ്റ് നോക്കിയിട്ടുള്ള ആളാണ്. പത്രത്തിൽ പോലീസ് കാര്യങ്ങൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എത്ര മാന്യമായി പെരുമാറുന്ന ഓഫീസർമാർ. പിന്നെ ചില സമയത്ത് പോലീസിൻ്റെ ചില ഭാഷ ഉപയോഗിക്കൊണ്ടിരിക്കുക, അല്ലയോ സഹോദര ഇരുന്നാലും ആര്യപുത്ര എന്നൊക്കെ വിളിച്ചാലൊന്നും കാര്യം നടക്കത്തില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി. പക്ഷേ ഇത് അനീതിയാണ്, അവിവേകമാണ്, മനുഷ്യത്വരഹിതമാണ്. ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഈ പത്രത്തിൽ ജോലി ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുമ്പോൾ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. ജയിലിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന ബദിരയും മൂകയുമായിട്ടുള്ള ഒരു യുവതി. ഈ യുവതിയെ ഈ വാനിലിട്ട് ബലാത്സംഗം ചെയ്തു. കേരളത്തിൽ അന്ന് ഞാനിത് റിപ്പോർട്ട് ചെയ്തു. ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്, അങ്ങനൊരു സംഭവത്തിനെ പറ്റി പിന്നെ ചർച്ചയും നടന്നിട്ടില്ല, ഒരു നടപടിയും നടന്നിട്ടില്ല. ആ വാർത്ത മലയാള മനോരമയുടെ 1ാം പേജിൽ ഇപ്പോഴും 1996-97 ആ സമയത്ത് കാണും.
ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, ഇത് ഇപ്പോഴായിരുന്നെങ്കിലോ, അല്ല ഇപ്പോഴാണ് മുഖ്യമായ വിചാരണ തടവുകാരി അതിൻ്റെ അകത്തുണ്ട്. അല്ല ഇതൊക്കെ യു പിയിലാണെങ്കിൽ അറിയായിരുന്നു. യു പി, ഗുജറാത്ത് അവിടെ മാത്രം നടക്കുന്ന കാര്യങ്ങൾ. ഏതായാലും കേരള പോലീസിലുള്ള ജനങ്ങൾക്ക് ഇപ്പോഴും പോലീസിന് വിശ്വാസമാണ്. കാരണം പോലീസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് സ്വൈര്യമായി പോലീസിൻ്റെ അവർ ചെയ്യുന്ന നിസ്വാർത്ഥമായ സേവനത്തെ നമ്മൾ അങ്ങേയറ്റം മാനിക്കുന്നുണ്ട്. പക്ഷേ ചില ക്രിമിനലുകൾ ഇങ്ങനെ വന്നിട്ട് അവർക്ക് ഒരു പൂജാരിയെ കാണുമ്പോൾ, ഒരു ചന്ദനക്കുറി കാണുമ്പോൾ ഈർഷ്യ ഉണ്ടാവുന്ന ആളുകളൊക്കെ പോലീസ് സേനയിലുണ്ടെങ്കിൽ അത് അതീവ ഗൗരവത്തോടെ കാണണം. അത് മാത്രമല്ല, അവർ ഏതു ജാതിയോ മതമോ എന്തു ആവട്ടെ, ഒരു മനുഷ്യനെ ഇവനെപ്പോലെ, ഈ തല്ലുന്നവനെ പോലെ വികാരവും വേദനയും അഭിമാനവും ഒക്കെ ഉള്ള ഒരു ജീവി തന്നെ, ഒരു ആൾ തന്നെയാണ് ഈ മനുഷ്യൻ. തെറ്റ് ചെയ്തെങ്കിലും പോലും ഇവർക്ക് മർദ്ദിക്കാൻ എന്താ അവകാശം? എന്ത് തെറ്റ്, എന്താണ് എന്തൊരു അഹങ്കാരമാണ്. അതായത് ഈവൻ ക്യാമറ ഉണ്ടെന്നറിഞ്ഞിട്ട് പോലും ചെയ്യാൻ തയ്യാറ്, ക്യാമറയുടെ മുമ്പിൽ ചെയ്തിട്ട്. അതാണ് അപ്പൊ എന്തൊരു അഹങ്കാരം. അപ്പൊ അത് ക്യാമറ ഇല്ല, അഹങ്കാരം. ക്യാമറ ഞങ്ങൾ ദൃശ്യം കൊടുക്കില്ല, കൊടുക്കാൻ ബാധ്യതയില്ല എന്നുള്ള ഒരു അഹങ്കാരമാണ്. അപ്പൊ ക്യാമറ ഇല്ലാത്തടത്ത് വെച്ചും ആ ജീപ്പിൽ വെച്ചും എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതെ. അപ്പൊ സുജിത്തിന് വല്ലാതെ ഇത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതൊരു സാധാരണക്കാരനാണെങ്കിൽ, സുജിത്ത് പൊതുപ്രവർത്തകനാണല്ലോ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അല്ലേ, മണ്ഡലം പ്രസിഡന്റ്. അതുകൊണ്ട് സുജിത്തിന് ഇതിങ്ങനെ ചെയ്യാൻ പറ്റി. പക്ഷെ വേറെ കാര്യമില്ല, സുജിത്തിന് അങ്ങനെയൊന്നും പറയണ്ട. സുജിത്തിൻ്റെ പാർട്ടി സംരക്ഷിക്കത്തില്ല. സുജിത്ത് ഒരു ക്ഷേത്രത്തിലെ ജീവനക്കാരനും ഒരു ചന്ദനക്കുറി തൊട്ടവനായതുകൊണ്ടുമാണെന്ന് പറയത്തില്ല. കോൺഗ്രസിലെ ആരും പറയത്തില്ല. കോൺഗ്രസ് സംരക്ഷിക്കില്ല. കാരണം VD സതീശൻ എന്ത് നിലപാടാണ് ഈ അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിൽ എടുക്കുന്നത്? അതായത് രണ്ട് നിലപാട്. കാരണം SNDPയും NSSും എന്ത് പറയുന്നു എന്നുള്ളതനുസരിച്ചിട്ട് രണ്ട് വള്ളത്തിലും കാലിയൗട്ടുന്ന പരിപാടിയാണ്. ഈ അയ്യപ്പ സംഗമം നടന്നോട്ടെ എന്നാണ് സതീശൻ പറയുന്നത്. അത് നടന്നോട്ടെ. അല്ല, സുജിത്തിൻ്റെ കഴുത്തിൽ നിന്ന് ആ രുദ്രാക്ഷമോ അല്ലെങ്കിൽ തുളസി മാലയോ ബലമായി അഴിക്കടാന്ന് പറഞ്ഞ് അഴിപ്പിക്കുന്നുണ്ട്. കയ്യിൽ രുദ്രാക്ഷം കെട്ടിയിട്ടുള്ള ആ ബ്രേസ്ലെറ്റ് അഴിപ്പിക്കുന്നുണ്ട്. അപ്പം അതൊന്നും ഇവർക്ക് കണ്ടൂടാ. അതുകൊണ്ടാണ് പൊട്ട് മായ്ക്കണം. അത് പറഞ്ഞില്ല. വീഡിയോ മുഴുവൻ കണ്ടാൽ അറിയാം പൊട്ട് മായ്ച്ചിട്ടുണ്ടോന്ന്. പൊട്ട് കുത്തിയത് കൊണ്ടാണ് അടിച്ചത്. ചന്ദനക്കുറി ഉള്ളതുകൊണ്ടാണ് അടിച്ചത്. ആളാരാണെന്ന് മനസ്സിലായല്ലോ. എന്നാൽ ഇവനെ 4 പൂശിയേക്കാന്ന് വെച്ചു. വളരെ മോശമാണ്. ഇവന്മാർ ഈ പെൻഷൻ പോലും വാങ്ങാതിരിക്കാൻ പറ്റുന്നതിലുള്ള കടുത്ത നടപടി ഉണ്ടാവണം. പോലീസ് എടുക്കത്തില്ല. ഏതായാലും പോലീസ് കേസെടുക്കാത്തതുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ അന്യായം ഫയൽ ചെയ്ത് കേസെടുപ്പിച്ചിട്ടുണ്ട് സുജിത്ത്. ഇവന്മാരുടെ പണി പോകണം. മതേതരത്വം ഭീകരമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.